അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിലെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമ്മൾ ആലോചിച്ചിരുന്ന പല നന്മകളും പൂർത്തിയാക്കാൻ കഴിഞ്ഞോ എന്നൊരു ആത്മപരിശോധന നമ്മളെല്ലാവരും നടത്തേണ്ട ഒരു സമയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ദിവസങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാകാതെ പോയാലും ഈ മാസത്തിൽ ഓരോ നിമിഷവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നന്മയായി രേഖപ്പെടുത്താൻ ഉത്സാഹം കാണിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഈ മാസത്തിലെ ശേഷിക്കുന്ന ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി തുറന്നു വെച്ച അവസരങ്ങളായി തന്നെ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കുറവുകൾ തിരുത്താനും ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഖുർആനുമായി കൂടുതൽ അടുക്കാനും പ്രാർത്ഥനകളിലൂടെ ഹൃദയം ശുദ്ധീകരിക്കാനും നമുക്ക് ഇപ്പോഴും അവസരം ബാക്കിയുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ഈ ദിവസങ്ങളെ അതിയായ കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി സർവശക്തനായ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ ശേഷിക്കുന്ന ദിവസങ്ങളെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി മാറ്റിയെടുക്കാൻ, അവൻ്റെ ഉത്തമ ദാസന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നേറിക്കൊണ്ടിരുന്ന കാലം, അള്ളാഹുവിലേക്കുള്ള ക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനാകില്ല എന്ന് ഖുറൈശികൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ അബൂ താലിബിനോട് പരാതി പറഞ്ഞിട്ട് പോലും അതിലൊരു ഫലവുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ വഴിമാറി ചിന്തിക്കാൻ തുടങ്ങി. നേരിട്ട് തടയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഖുറൈശികൾ അന്ന് സ്വീകരിച്ച മാർഗം ജനങ്ങളുടെ മനസ്സിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിഷയമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ചില പ്രചരണങ്ങൾ അഴിച്ചുവിടണം എന്നതാണ് അവർ കണ്ടുപിടിച്ച ഉപായം. അങ്ങനെ ജനങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് അകറ്റണം, അവരിൽ സംശയങ്ങൾ വിതരണം. ഇതവർ ബോധപൂർവം തീരുമാനിച്ചു. ആ ഒരു ആശയത്തെ നേരിടാൻ ധൈര്യമില്ലാത്ത ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് എപ്പോഴും കുപ്രചരണം നടത്തുക എന്നത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ആദ്യമായി അവർ സ്വീകരിച്ച വിഷയം അത് പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച് കളവുകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ അതുല്യമായ വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ ഹൃദയങ്ങൾ അതിലേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അടുപ്പം, ആ ഒരു സ്വാധീനം അത് തടയണമെന്നുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ജനങ്ങളിൽ സംശയം ജനിപ്പിക്കണം. അതുകൊണ്ട് ആ ഗ്രന്ഥത്തെക്കുറിച്ച് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു, മുഹമ്മദിന് ഈ ഗ്രന്ഥം ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ ഒരു പ്രചരണം അത് ഖുർആനിൻ്റെ ദിവ്യത്വത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായമായ സൂറത്തു നഹ്ലിലെ 103-ാമത്തെ സൂക്തത്തിലൂടെ അവർക്ക് മറുപടി നൽകി. വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ. ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അവർ പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅ്ജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. യാതൊരുവനിലേക്ക് അവർ ദുസ്സൂചന നൽകുന്നുവോ അവൻ്റെ ഭാഷ അനറബിയാകുന്നു, ഈ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയാകുന്നു. മക്കയിൽ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരു അനറബിയുടെ അടുക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു എന്നും വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയാൻ സാധിക്കുന്ന രൂപത്തിൽ ചില അറബി വാക്കുകൾ അയാൾക്ക് അറിയാമായിരുന്നു. ഈ പഴുത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അനറബിയായ ഒരു വ്യക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുത്ത വാക്കുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിലൂടെ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നത് എന്നാണ് ഖുറൈശികൾ പ്രചരിപ്പിച്ചത്. സഹോദരങ്ങളെ, ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് അതുല്യമായ അറബി ഭാഷയിലാണ്. അതിൻ്റെ ശൈലി, അതിൻ്റെ ഘടന, അതിൻ്റെ ആത്മീയ ശക്തി ഇതൊന്നും ഒരു സാധാരണ മനുഷ്യൻ്റെ സൃഷ്ടിയല്ല. എന്നാൽ ആ ഒരു വസ്തുത സമ്മതിക്കാൻ മനസ്സില്ലാത്ത ആളുകൾക്ക് അതെല്ലാം വളച്ചൊടിക്കാനാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. അതാണ് പ്രവാചകനെ എതിർത്ത ഖുറൈശികൾ സ്വീകരിച്ച മാർഗം. എന്നാൽ അതിൽ മാത്രം അവർ നിർത്തിയില്ല. പ്രവാചകനെക്കുറിച്ച് ബാലിശമായ വാദങ്ങളും അവർ അതിൻ്റെ കൂടെ ഉന്നയിച്ചു. അവർ ചോദിച്ച ചില പരിഹാസ്യ ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുർഖാനിലെ 7-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞു. വഖാലു മാ ലിഹാദർ റസൂൽ, ഈ ദൈവദൂതൻ എന്താണ് ഇങ്ങനെ
യഅകുലു ത്വആമ വയംശീ ഫിൽ അസ്വാഖ്, ഇയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ലൗലാ ഉൻസില ഇലൈഹി മലകും ഫയകൂന മഅഹു നദീറ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മലക്കിനെ ഇറക്കി കൊടുക്കുകയും എന്നിട്ട് ആ മലക്ക് തൻ്റെ ഒന്നിച്ച് ഒരു താക്കീതുകാരനായിരിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ദൂതൻ ഒരു മനുഷ്യനാകാൻ പറ്റുമോ എന്നതാണ് അവരുടെ പരിഹാസ്യ ചോദ്യം. എത്ര ബാലിശമായ ചോദ്യമാണ് ഇത്. അവരുടെ ആ ചോദ്യം പരിഗണിക്കുകയാണ് എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ജനങ്ങളുമായി സംസാരിക്കുന്ന ആ ദൂതൻ അതൊരു മലക്കായിരുന്നു എങ്കിൽ മനുഷ്യരുടെ വേദനയും ബുദ്ധിമുട്ടും വിശപ്പും കണ്ണീരും ഇതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായി ഒരു മലക്കിന് മനസ്സിലാകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന പ്രവാചകൻ അദ്ദേഹം ഒരു മനുഷ്യനായിരിക്കണമെന്നതിൻ്റെ യുക്തി അത് നമ്മൾ കൃത്യമായി ഇവിടെ മനസ്സിലാക്കണം. മനുഷ്യരോടൊപ്പം ജീവിച്ച് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് മാതൃക കാട്ടാൻ മലക്കുകൾക്കല്ല, മനുഷ്യനാണ് അത് കൃത്യമായി സാധിക്കുക. എന്നാൽ ദൈവിക കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ അവർ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഭയപ്പെടുന്ന ആളുകൾ അവർ ഇതുപോലെയുള്ള സംശയങ്ങൾ വിതറിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സത്യത്തിന് എതിരായ ആദ്യത്തെ ആയുധം വാൾ അല്ല, കുപ്രചരണമാണ്, വ്യക്തിഹത്യയാണ്. എന്ന സഹോദരങ്ങളെ, സത്യം ഒരിക്കലും തകർന്നു പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എതിർപ്പുകളുടെ നടുവിൽ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് എപ്പോഴും സത്യമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ കേൾക്കാൻ ആളുകൾക്ക് വിലക്കുണ്ടായപ്പോഴും അവർ ഒളിഞ്ഞിരുന്ന് പ്രവാചകൻ ഓതിയിരുന്ന ഖുർആൻ വചനങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഹൃദയം എപ്പോഴും സത്യത്തെ തിരിച്ചറിയുകയും അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും, അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഇന്നും ലോകം മാറിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരു ആദർശത്തെ നേരിടാൻ കഴിയാത്ത ആളുകൾ ആദ്യം അതിനെ പരിഹസിക്കും, പിന്നീട് അതിനെ സംശയത്തിൻ്റെ മുലയിൽ നിർത്താൻ വേണ്ടി പരിശ്രമിക്കും. അത് കഴിഞ്ഞാൽ അതിലേക്ക് ആകർഷിക്കുന്നവരെ ഭയപ്പെടുത്തും. എന്നാൽ ഖുർആനിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ലോകാവസാനം വരെ നിലകൊള്ളുമെന്നാണ്. അതിൻ്റെ കാരണമായി ഉയർത്തിക്കാണിക്കുന്നത് ആ ഖുർആനിലുള്ള സൂക്തങ്ങൾ അത് മനുഷ്യരുടെ വാക്കുകളല്ല, അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അവൻ്റെ ജനങ്ങളോടുള്ള സംസാരമാണ്. സഹോദരങ്ങളെ, മക്കയിൽ ജനങ്ങൾക്കിടയിൽ പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച് സംശയം വിതക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഖുറൈശികൾ മറ്റൊരു മാർഗം തേടി. അവർ പറഞ്ഞു, ഇത് വെറും പഴമക്കാരുടെ കഥകളാണ്, വെറും പുരാണങ്ങൾ മാത്രമാണ് ഈ ഖുർആനിലുള്ളത്, അതാണ് മുഹമ്മദ് പാരായണം ചെയ്തു കൊടുക്കുന്നത് എന്ന്. ഇത് ഒരു സാധാരണ ആരോപണമല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവികത തകർക്കാനുള്ള ഒരു പുതിയ ശ്രമമാണ്. അങ്ങനെ ഈ വേദഗ്രന്ഥത്തിൻ്റെ ആഴവും അതിൻ്റെ ആത്മീയ ശക്തിയും ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ അതിനെ ഒരു കഥാസമാഹാരം എന്ന നിലയിൽ ചിത്രീകരിച്ച് തരം താഴ്ത്തി കളയാമെന്നാണ് അവർ കരുതിയത്. ഈ ഒരു കുപ്രചരണത്തിന് മുൻപന്തിയിൽ നിന്നത് നദർ ബിൻ ഹാരിസ് എന്ന വ്യക്തിയായിരുന്നു. അയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കഠിനമായ ശത്രുത തുറന്നു കാട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അയാളുടെ ഹൃദയത്തിൽ പ്രവാചകനോടുള്ള വിരോധം വളരെ വ്യക്തമാണ്. പഴയ പേർഷ്യൻ രാജാക്കന്മാരുടെ പുരാണ കഥകളൊക്കെ പഠിച്ച വ്യക്തി എന്ന നിലക്ക് ആ പുരാണ നായകരുടെ കഥകൾ ഇയാളും പറയാൻ തുടങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഖുർആൻ പാരായണം ചെയ്ത് ആ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആളുകളുടെ ഹൃദയം ആ ദിവ്യവചനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതിന് പിന്നാലെ നദർ ബിൻ ഹാരിസും കടന്നു വരും. എന്നിട്ട് അയാൾ ആ ജനങ്ങളോട് പറയും, മുഹമ്മദിനേക്കാൾ നന്നായി ഇതെല്ലാം പറയാൻ കഴിവുള്ളവൻ ഞാനാണ്, അദ്ദേഹം പറയുന്നതെല്ലാം പഴയ പുരാണ കഥകളാണ്. അങ്ങനെ ഈ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തിക്കെട്ടാൻ വേണ്ടി അയാൾ തൻ്റെ കൈവശമുള്ള കഥകളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ ഖുർആനിൽ നിന്ന് തിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇയാളിലൂടെ ഖുറൈശികൾ നടപ്പിലാക്കി. എന്ന സഹോദരങ്ങളെ, ഹൃദയങ്ങളെ ഖുർആനിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഖുർആൻ മനുഷ്യൻ്റെ ഹൃദയത്തെ ഉണർത്തുന്ന വചനങ്ങളാണ്. അതിൽ മനുഷ്യനെ അവൻ്റെ സ്രഷ്ടാവിലേക്ക് വിളിക്കുന്ന ശബ്ദമാണുള്ളത്. എന്നാൽ നദർ ബിൻ ഹാരിസ് ആ ശബ്ദത്തെ ഒരു വിനോദ കഥയായി ചുരുക്കിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തു ജാസിയയിലെ 7 മുതൽ 9 വരെയുള്ള സൂക്തങ്ങളിലായിട്ട് പറഞ്ഞു, വൈലുൻ ലികുല്ലി അഫ്വാക്കിൻ അസീം, വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏവർക്കും നാശം, യസ്മഉ ആയാതില്ലാഹി തുത്ലാ അലൈഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവന് ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അവൻ കേൾക്കുന്നു, സുമ്മ യസിറു മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ, എന്നാൽ കേട്ടിട്ടില്ലാത്തവനെ പോലെ അഹങ്കാരത്തോടെ ശടിച്ചു നിൽക്കുന്നു, ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, ആകയാൽ അവന്
വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. വഇദാ അലിമ മിൻ ആയാതിനാ ശൈഅൻ ഇത്തഖദഹാ ഹുസ്വാ. നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവൻ അറിഞ്ഞാൽ അവൻ അതിനെ പരിഹാസ വിഷയമാക്കി കളയും. ഉലൈക ലഹും അദാബും മുഹീൻ. അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷയുള്ളത് എന്ന്. സഹോദരങ്ങളെ, ഈ സൂക്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കയിൽ പ്രവാചകൻ പാരായണം ചെയ്യുന്ന ഖുർആൻ അതവർ കേൾക്കാത്ത ആളുകളല്ല, അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. എന്നാൽ കേട്ടിട്ടും കേട്ടിട്ടില്ലാത്തതുപോലെ നടിക്കുന്ന ആളുകളാണ് അവർ. അഹങ്കാരം മാത്രമാണ് അവരെ അപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം അംഗീകരിക്കുന്ന ഹൃദയത്തിൽ വിനയമാണ് ഉണ്ടാവുക. അഹങ്കാരത്തിന് അവിടെ സ്ഥാനമുണ്ടാവുകയില്ല. അഹങ്കാരമുള്ള ഹൃദയത്തിന് വിനയം ഭാരമായിട്ടായിരിക്കും എപ്പോഴും അനുഭവപ്പെടുക. പരിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുന്ന, അതിനെ പുരാണമെന്ന് ആക്ഷേപിക്കുന്ന, അതിനെ വിനോദമായി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ അവർ തിരിച്ചറിഞ്ഞില്ല കഥകൾ എന്നത് മനുഷ്യന് വിനോദം നൽകാനുള്ളതാണ് എങ്കിൽ പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ പരിവർത്തിപ്പിക്കാനുള്ളതാണ്. കഥ പറയുന്നത് പലപ്പോഴും സമയം ചെലവഴിക്കാനാണ് എങ്കിൽ പരിശുദ്ധ ഖുർആൻ ജീവിതത്തെ നയിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് മക്കയിൽ പ്രവാചകൻ്റെ എതിരാളികളായി പ്രത്യക്ഷപ്പെട്ട ഖുറൈശികൾ ഭയപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ പല രൂപത്തിലുള്ള പ്രചരണങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അഴിച്ചുവിട്ടത്. എന്നാൽ ദൈവിക സത്യം ഒരിക്കലും അവർ മിനഞ്ഞുണ്ടാക്കുന്ന കഥകളിൽ മാഞ്ഞു പോകുന്നതല്ല. പ്രവാചകൻ ഓതിക്കൊടുത്ത വേദഗ്രന്ഥം ഹൃദയങ്ങളിൽ പതിഞ്ഞാൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം മാറ്റാൻ ശേഷിയുള്ള ആശയങ്ങളാണ് അതിലുള്ളത് എന്ന് ഏറെക്കുറെ അവർ മനസ്സിലാക്കിയിരുന്നു. ഇനി ഖുറൈശികൾ സ്വീകരിച്ച മൂന്നാമത്തെ മാർഗമുണ്ട്. അത് പരിഹാസത്തോടൊപ്പമുള്ള അപമാനമാണ്. പ്രവാചകൻ അവതരിപ്പിച്ച ആദർശത്തെ തടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നത് എതിരാളികളിൽ പലരും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വഴിയായി കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനിനെയും വളരെ മോശമായ രൂപത്തിൽ പരിഹസിക്കാൻ അവർ രംഗത്തിറങ്ങി. ഈ നീക്കത്തിൽ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ജനങ്ങളെ പ്രവാചകനിൽ നിന്ന് അകറ്റണം, ഇസ്ലാം സ്വീകരിച്ചു കടന്നു വന്ന മുസ്ലിങ്ങളുടെ മനഃശക്തി തകർക്കണം, ഇസ്ലാമിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കണം. മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ട്, അവരുടെ നേതാവിനെ അപമാനിച്ചുകൊണ്ട്, അവരുടെ ആത്മവിശ്വാസം കെടുത്തിക്കളഞ്ഞുകൊണ്ട് ഈ ഒരു സമൂഹത്തെ തകർക്കാൻ സാധിക്കും എന്നാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ചില ആളുകൾ പ്രവാചകനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായമായ സൂറത്ത് ഹിജ്റിലെ 6-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വഖാലു യാ അയ്യുഹല്ലദീ നുസില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. അവർ പറഞ്ഞു, ഹേ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ, തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ. പ്രവാചകന്റെ ശബ്ദം കേൾക്കാൻ മനസ്സില്ലാത്ത ആളുകൾ അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങളെ ഭ്രാന്ത് എന്ന് വിശേഷിപ്പിച്ചു. കാരണം അവർക്ക് പ്രവാചകൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ല. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 4-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വഅജിബു അൻ ജാഅഉം മുൻദിറും മിൻഹും. അവരിൽ നിന്ന് തന്നെ ഒരു താക്കീതുകാരൻ വന്നതിൽ അവർക്ക് ആശ്ചര്യം തോന്നി. വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു എന്ന്. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, ഒരു ദിവസം ഭ്രാന്തൻ, മറ്റൊരു ദിവസം മാരണക്കാരൻ, മറ്റൊരു ദിവസം കള്ളം പറയുന്നവൻ, ഇങ്ങനെ പ്രവാചകനെക്കുറിച്ച് ആക്ഷേപങ്ങൾ മാറി മാറി വരുന്ന അവസ്ഥയാണ് മക്കയിൽ കണ്ടത്. പക്ഷെ പ്രവാചകൻ പറഞ്ഞ ആദർശം ഒരിക്കലും മാറിയിട്ടില്ല. ഇനിയും അവർ പറഞ്ഞു മുഹമ്മദ് ഒരു കവിയാണ് എന്ന്. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായമായ സൂറത്ത് അംബിയായിലെ 5-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: ബൽ ഖാലു അൽആസു അഹ്ലാമിൻ ബൽ ഇഖ്തറാഹു ബൽ ഹുവ സായിറും ഫലിഅതിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. അവർ പറഞ്ഞു, പാഴ്ക്കിനാവുകൾ കണ്ട വിവരമാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അദ്ദേഹം കെട്ടിച്ചമച്ചതാണ്. അല്ല, അദ്ദേഹം ഒരു കവിയാണ്. മുൻ പ്രവാചകന്മാർ കൊണ്ടുവന്നതുപോലെ ഒരു ദൃഷ്ടാന്തം അവൻ കൊണ്ടുവരട്ടെ എന്ന്. ഇവിടെ അവരുടെ ആരോപണങ്ങളിൽ തന്നെ അവരുടെ ആശയക്കുഴപ്പം വളരെ വ്യക്തമാണ്. ഒരു സ്ഥിരമായ ഒരു ആരോപണം പോലും വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സംശയിപ്പിക്കണമെന്നത് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 5-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വഖാലു ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി വഫീ ആദാനിനാ വഖറും വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ ഫഅമൽ ഇന്നനാ ആമിലൂൻ. അവർ പറഞ്ഞു, മുഹമ്മദേ, നീ യാതൊന്നിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ടോ
അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തരം മൂടികളിലാണുള്ളത്. ഞങ്ങളുടെ കാതുകളിലുമുണ്ട് ഒരു തരം കട്ടി. ഞങ്ങളുടെയും നിൻ്റെയും ഇടക്ക് യോജിക്കാത്ത വണ്ണം ഒരു മറയുമുണ്ട്. ആകയാൽ നീ കണ്ടത് നീ പ്രവർത്തിച്ചു കൊള്ളുക. നിശ്ചയമായും ഞങ്ങൾ കണ്ടത് ഞങ്ങളും പ്രവർത്തിക്കുന്നവരാണ്. സഹോദരങ്ങളെ, എത്ര ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഇത്. അവരുടെ ഹൃദയം മൂടപ്പെട്ടിരിക്കുന്നു എന്ന, കാതുകൾ ബധിരമായിരിക്കുന്നു എന്ന, മനസ്സിനും സത്യത്തിനും ഇടയിൽ ഒരു മറയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന. പക്ഷെ സഹോദരങ്ങളെ, ആ മറ ആരാണ് സൃഷ്ടിച്ചത്? അത് അവർ തന്നെ സൃഷ്ടിച്ചതാണ്. സത്യത്തെ കേൾക്കാൻ തയ്യാറാകാത്ത ഹൃദയം ഏത് ഉത്ബോധനത്തെയും പരിഹസിക്കുന്ന ഒരു അവസ്ഥ. ഞങ്ങൾ മണ്ണായിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ എന്ന് അത്യധികം പരിഹസിച്ചുകൊണ്ട് അവർ പ്രവാചകന് നേരെ ആക്രോശിച്ചിരുന്നു. അവർക്കത് അസംബന്ധമായി തോന്നി. മണ്ണിൽ നിന്നുള്ള സൃഷ്ടിയെ അംഗീകരിച്ച ആളുകൾ മരിച്ചു മണ്ണായ ശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നത് അസാധ്യമാണ് എന്നാണ് അവർ വാദിക്കുന്നത്. സഹോദരങ്ങളെ, ഇവയെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠം നൽകുന്നതാണ്. സത്യത്തിൻ്റെ വഴിയിൽ എന്നും പരിഹാസമുണ്ടാകും, അപമാനമുണ്ടാകും, കേട്ടുകേൾവിയില്ലാത്ത ആക്ഷേപങ്ങളുണ്ടാകും. പ്രവാചകൻ മക്കയിൽ നേരിട്ടത് അതാണ്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം പരിഹസിച്ചു. എന്നിട്ട് ഇന്ന് ആരെയാണ് ലോകം ഓർക്കുന്നത്? പരിഹസിച്ചവരെയാണോ അതോ പരിഹസിക്കപ്പെട്ടവരെയാണോ? അവർ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചു. ഇന്ന് കോടിക്കണക്കിന് ഹൃദയങ്ങൾ ആ പ്രവാചകനെ റഹ്മത്തുല്ലിൽ ആലമീൻ അഥവാ ലോകർക്കുള്ള അനുഗ്രഹമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർ പ്രവാചകനെ കള്ളം പറയുന്നവനെന്ന് വിളിച്ചു. ഇന്ന് ചരിത്രം അദ്ദേഹത്തെ അൽ അമീൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, പരിഹാസമെന്നത് താൽക്കാലികം മാത്രമാണ്. സത്യമെന്നത് എന്നും ശാശ്വതമായിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യത്തിൻ്റെ വഴിയിൽ നാം അണിചേർന്ന് നിൽക്കുമ്പോൾ അവിടെ പരിഹാസം വന്നാൽ തളർന്നു പോകരുത്, അപമാനിക്കപ്പെട്ടാൽ പുറകോട്ട് പോകരുത്. ഓരോ പരിഹാസത്തിനുമപ്പുറം, ഓരോ അപമാനത്തിനുമപ്പുറം യഥാർത്ഥ ആദർശം ഉയർന്നു തന്നെ നിൽക്കും. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ പാഠം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.